ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രുചികരവും ഈസി ആയിട്ടുള്ള ഒരു മിൽക്ക് ജ്യൂസാണ്. വേനൽ ചൂടിലും നോമ്പിലും നമുക്ക് ക്ഷീണമൊക്കെ മാറ്റി നല്ല ഉന്മേഷം കിട്ടാനായിട്ട് കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ജ്യൂസാണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണണം കേട്ടോ, എങ്കിലേ ഡീറ്റെയിൽസൊക്കെ മിസ്സാകാതിരിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ മിൽക്ക് ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ മിൽക്ക് ജ്യൂസ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ചെറിയ കൂട്ടൊന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബദാം ചേർത്ത് കൊടുക്കാം, കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം, പിന്നെ കുറച്ച് പിസ്ത ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ഏലക്കായുടെ കുരുവും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായുടെ കുരുവൊക്കെ ചേർക്കുമ്പോൾ ജ്യൂസിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലെല്ലാം നട്ട്സ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് തികച്ചില്ല അളവിലാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചിയ സീഡ് അഥവാ കസ്കസ് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൂടിന് ഈ ജ്യൂസൊക്കെ തയ്യാറാക്കുമ്പോൾ കസ്കസ് അല്ലെങ്കിൽ ചിയ സീഡ് ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അടുത്തത് വേണ്ടത് ഇതുപോലെ 1/2 ലിറ്റർ പാലാണ്. അത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. തീരെ കട്ടിയായിട്ടുള്ള പാല് നമുക്ക് ആവശ്യമില്ല. ഇനി പാല് ചെറുതായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇല്ലേ, അതൊരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചേർത്ത ഉടനെ കൈവിടാതെ ഇളക്കി കൊടുക്കണം, കാരണം പെട്ടെന്ന് ഇത് കുറുകി തുടങ്ങും. അതുകൊണ്ടാണ് കൈവിടാതെ ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ട് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത് കട്ടയായിട്ട് കിടക്കും. അതുകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കും ഈ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരാനായിട്ട്. ഇനി ആ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഫ്ലെയിം മീഡിയമിൽ തന്നെ വെക്കണം കേട്ടോ. ഈ സമയം മധുരമൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പാല് തിള വരുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ഈ മിക്സ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് കേട്ടോ പാലിരിക്കേണ്ടത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ല ചൂടാണ്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചപ്പോൾ പുറം ഭാഗത്തുള്ള ലെയർ വന്നിട്ട് ഒരു ചെറിയ കട്ടയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിയ സീഡ് അഥവാ കസ്കസ് ചേർത്ത് കൊടുക്കാം. ചിയ സീഡ് വളരെ നല്ലതാണ് ഈ ചൂടുകാലത്ത്. ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടാൻ വളരെ നല്ലതാണ്. കൂടെ ഇനി ഇതിലേക്ക് വേണ്ടത് ആപ്പിളാണ്. ഒന്നുകിൽ ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അനാർ അഥവാ മാതള നാരങ്ങ ഉണ്ടെങ്കിൽ അതും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുറേ അധികം ഫ്രൂട്ട്സ് ഒന്നും വേണ്ട, ഈ അളവിൽ തന്നെ ധാരാളം മതി. കുറേ അധികം ഫ്രൂട്ട്സൊക്കെ ചേർക്കുമ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ കുടിക്കാനായിട്ട് കിട്ടില്ല, എപ്പോഴും കടിച്ചുകൊണ്ടിരിക്കാനായിട്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ വേണം ജ്യൂസ് ഇരിക്കാനായിട്ട്. ഒരേ സമയം വിശപ്പും ദാഹവും ഒക്കെ മാറാനായിട്ട് വളരെ നല്ല ജ്യൂസാണ്. ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.